പെരുന്നാൾ കഴിഞ്ഞാലും ഈസ്റ്റർ കഴിഞ്ഞാലും വിഷു കഴിഞ്ഞാലും പോയ സ്ഥലത്ത് തന്നെ നമ്മൾ പിന്നെയും പോയിട്ടും അടുത്തെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ നമ്മൾ ചാവക്കാട് ഫസ്റ്റ് തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് ഫാമിലി ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ചാവക്കാടാണ് കേട്ടോ. എൻ്റെ വീട് ചാവക്കാടാണ്, തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട്, ഗുരുവായൂരിൻ്റെ അടുത്തുള്ള ചാവക്കാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് വന്നിട്ടുള്ളത് എല്ലാ പെരുന്നാളിലായിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, ഈസ്റ്റർ ആയിക്കോട്ടെ, ഇതിനൊക്കെ നമ്മൾ വൈകുന്നേരങ്ങളിൽ ബീച്ചിലോ അല്ലെങ്കിൽ സ്ഥിരം പോയ സ്ഥലങ്ങളായിരുന്നു പോകുന്നത്. അപ്പോൾ അതിനൊരു മാറ്റമായിക്കോട്ടെ വെച്ചിട്ട് ഇപ്രാവശ്യം നമ്മളെ ചാവക്കാട് ബസ് സ്റ്റാൻഡിന് പുറകിലായിട്ട് വന്നതാണ് ഈ ചാവക്കാട് ഫെസ്റ്റ്. അപ്പോൾ അതിന് ഞങ്ങൾ നേരത്തോടെ വന്നു. നേരത്തോടെ 19 തീയതി തുടങ്ങേണ്ടതായിരുന്നു, പക്ഷേ ഞങ്ങൾ 19 തീയതി തുടങ്ങിയില്ല. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എനിക്കൊരു ഷോപ്പുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പോയി നോക്കുമ്പോൾ കാണാമെന്ന് വെച്ചിട്ട് പോയി നോക്കിയത്. അപ്പോൾ ഇന്നലെ 20 തീയതിയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അത് ആദ്യം 3 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു, പക്ഷേ 3 മണിക്ക് തുടങ്ങിയില്ല. പിന്നെ വന്നത് 5 മണിക്ക് 6 മണിക്കാണ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ കയറി, ഫസ്റ്റ് ടിക്കറ്റ് ഞങ്ങൾ തന്നെ എടുത്തു, കയറി. എന്നാൽ കുട്ടികൾക്ക് അങ്ങനെ ചാർജൊന്നും ഇല്ല, ചെറിയ കുട്ടികൾക്ക് കിട്ടാം, മുതിർന്നവർക്കാണ് ചാർജ് ഈടാക്കില്ല. ഒരാൾക്ക് 60 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റ് ചാർജ് ഈടാക്കിയത്. കയറിയപ്പോൾ വലിയ കുഴപ്പമില്ല, വലിയ നഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കിളികൾ, കുട്ടികൾക്ക് ഫാമിലിയായിട്ട് നമുക്ക് വന്ന് പോകാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കിളികൾ, പ്രാവുകൾ, കോഴികൾ, എലികൾ, പൂച്ചകൾ, പ്രാവുകൾ തന്നെ പലതരത്തിലുള്ള പ്രാവുകൾ. എനിക്കാണെങ്കിൽ അധികം കിളികളുടെ പേരൊന്നും കാണാണ്ട് അറിയില്ല. സാധാരണ നമ്മൾ കണ്ടുപരിച്ചിട്ടുള്ള കിളികൾ ലവ് ബേർഡ്സ്, പ്രാവ്, അതുപോലെ തന്നെ മറ്റ് ചെറിയ ചെറിയ കിളികളൊക്കെ എനിക്ക് അറിയുള്ളൂ. മറ്റേ കിളികളെ പേരൊക്കെ നിങ്ങൾ സ്വയം ഇത് കാണുമ്പോൾ മനസ്സിലാക്കിക്കോളൂ, നമുക്കറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ വരുന്നത് കോഴികളാണ്. കോഴികൾ തന്നെ പലതരത്തിലുള്ള കോഴികളുണ്ട്. എന്തൊക്കെ കോഴികളാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ലത്. അതുപോലെ എലികൾ, പലതരത്തിലുള്ള എലികൾ. ഞാനിങ്ങനെ വൈറ്റ് എലിയും ബ്ലാക്ക് എലിയൊക്കെയാണ് കണ്ടിരിക്കുന്നത്. ഇതിൽ പല കളർ അടിച്ചിട്ടുള്ള ചില എലികൾ കാണുന്നുണ്ട്. പിന്നെ നമ്മളവിടെ കണ്ടത് പൂച്ചനെ കേട്ടോ. ഇത് കാണുമ്പോൾ പൂച്ചയെന്ന് തോന്നില്ല, പക്ഷേ നമ്മൾ പൂച്ച തന്നെയാണ് സാധനം. കാരണം കാണുമ്പോൾ തന്നെ അതിന് പേടിയാവും. ഇത് നമ്മൾ നാടൻ പൂച്ച പോലെ കാരണം വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മൾ കണ്ടത് ഇഗ്വാനയാണ് കേട്ടോ, ഗ്രീൻ ഇഗ്വാന. കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ കടിക്കൊന്നുമില്ല ഈ സാധനം. അങ്ങനെ ഈ ഇഗ്വാന സസ്യബുക്കാണ്. അതിപ്പോൾ പലയിടത്തും ഇങ്ങനെ വീടുകളിലൊക്കെ വളർത്തുന്നുണ്ട്. ഒരു വളർത്തുമൃഗമായിട്ടാണ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം കണ്ടില്ലേ, ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. ഇതൊക്കെ ഇത് വേറൊരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ കൂളിംഗ് ആണ്. ഇത് കുറച്ച് കൂളിംഗ് ഉള്ള സ്ഥലത്താണ് ഈ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കൂളിംഗ് ഏരിയയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പോലെ റെഡിമെയ്ഡ് പോലെ കുറേ മൃഗങ്ങളും ചെടികളും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് ഓപ്പൺ ആയിട്ടുള്ള ഏരിയയാണ്. അവിടെ ചൂട് ഹ്യൂമിഡിറ്റി അത്ര വിഷയമല്ല. ഇവിടെ കൂളിംഗ് ഹ്യൂമിഡിറ്റിയാണ്. അതുപോലെ തന്നെ പാമ്പുകളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പാമ്പ് പറഞ്ഞാൽ ആൽബിനോ ബോൾ പൈതലില്ലേ, മലമ്പാമ്പിൻ്റെ തന്നെ വേറൊരു വകഭേദമാണ്. ഇതങ്ങനെ കടിക്കൊന്നുമില്ല സാധനം. അതുപോലെ തന്നെ ഇഗ്വാനയുടെ ഇത്, മറ്റ് കിളികൾ, ഇതിനെല്ലാത്തിനും ചാർജ് ഇടാം കേട്ടോ. അതൊക്കെ നമ്മൾ കൈകളിലൊക്കെ വെക്കാം, തോളത്ത് ഇടാം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സാധനങ്ങൾ മുഴുവൻ നമുക്ക് കയ്യിൽ വെക്കാം കേട്ടോ. കയ്യിൽ വെക്കുക, തോളത്ത് ഇടാം. നമുക്ക് പേടിയാണ്, അതുകൊണ്ട് നമ്മളതൊന്നും ചെയ്തില്ല. ഒരാൾക്ക് ഇതിന് 50 രൂപ ചാർജ് ഈടാക്കുന്നുണ്ട്. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ചെയ്യാം. ധൈര്യമുള്ളവർക്ക് ഇത് എടുത്ത് വെക്കാം കേട്ടോ. നമുക്ക് പേടിയായതുകൊണ്ടാണ്. മറ്റു പലരും ഇത് വെക്കണത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലരും വെക്കണ കണ്ടിട്ടുണ്ട്. കൈമലും കാലുമലും തോളത്തൊക്കെ ഇട്ടിട്ട് ഇത് വെക്കണ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു ഫാമിലി മൂഡിന് പറ്റിയ അന്തരീക്ഷം തന്നെയാണ്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒട്ടപക്ഷിയുണ്ട്. ഒട്ടപക്ഷികളാണ്. ഒട്ടപക്ഷികൾക്ക് പറക്കാൻ കഴിയില്ല, നിങ്ങൾക്കറിയാമല്ലോ. അവർ നല്ല സ്പീഡിലാണ് ഓടുക. അതുപോലെ ഏറ്റവും വലിയ മുട്ട ഇടുന്നതും ഒട്ടപക്ഷികളാണ്. അതുപോലെ തന്നെ ഫാമിലീസിനെ വന്നിരിക്കാം. ഇത് രാത്രി ഇതിലെ ലൈറ്റിംഗ് ഒക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അതുപോലെ ഫാമിലീസ് നടന്നൊന്ന് ക്ഷീണിച്ച് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിറച്ച് സ്റ്റാളുകളുണ്ട്. വള, കമ്മൽ, അതുപോലെ തന്നെ മുടിമ വയ്ക്കുന്ന മറ്റു സാധനങ്ങൾ, സ്ത്രീകൾക്ക് പറ്റിയ ഒരു ലൊക്കേഷൻ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള വളകളുണ്ട്, പലതരത്തിലുള്ള കമ്മലുകളുണ്ട്. അതുപോലെ തന്നെ വേണ്ടതൊരു ലേഡീസിനെ പറ്റി എന്തൊക്കെയാണ് അതൊക്കെയുണ്ട്. അതുപോലെ തന്നെ അവിടെ വേറെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കുറേ സ്റ്റാളിൽ കുറേ ചോക്ലേറ്റ് മിഠായികൾ, പലതരത്തിലുള്ള പഴയ കാലത്തിൽ പമ്പരം മിഠായി, അതുപോലെ തന്നെ സ്വീറ്റുകൾ, കുറേ തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള പലതുണ്ട്. അതുപോലെ തന്നെ ഫാമിലി ഒരു എൻ്റർടൈൻമെൻറ്റ് വേറെ ഉണ്ട്. നമ്മളെ ബീച്ചിൽ കാണാമല്ലോ ഇങ്ങനെ എറിയുന്ന സംഭവം. ഞാനൊന്ന് എറിഞ്ഞു നോക്കുന്നുണ്ട്. ഫാമിലി ആയിട്ട് എൻ്റർടൈൻമെൻറ്റും ഉണ്ട്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്തൊക്കെയാണ്. ഇതെടുത്തോ, നോക്കി അതിൻ്റെ എടുത്തോട്ടാ ചേട്ടാ, ഇതെല്ലാം എടുത്തോ. കാശ് കുറേ പോവപ്പോ. അതെടുക്ക, ബൂസ്റ്റ് എടുത്ത എടുക്കട്ടെ. ബൂസ്റ്റ് നഷ്ടക്കച്ചവടാവില്ലല്ലോ. ഫ്രൂട്ടി എടുക്കല്ലേ? തങ്കത്തിന് ഫ്രൂട്ടിയാ വേണ്ടടാ. ആ വേണ്ട, കുറവുണ്ട്. ഇതിന് നേരുണ്ട് 300 രൂപ. 3 ബോള് ഇതിന് എത്ര? 50 രൂപ. അതെല്ലാം വീണാല 300 രൂപ. എല്ലാം വീണാല് ഒരു സെറ്റ് വീണാല് 300 രൂപ വരും.
ഉറപ്പാണോ? ഒരു ടേബിൾ ഇരിക്കുന്ന 10 ഗ്ലാസ് എറിഞ്ഞ് തറ 10 ഗ്ലാസും വീഴണം. എല്ലാം വീഴണം. എല്ലാതും വീഴൂല. ഒരെണ്ണം വീണില്ലെങ്കില ഞാൻ ചോദിക്കട്ടെ, അതിൽ 3 ഗ്ലാസ് വീണു. കാര്യമില്ല. 3 ബോൾ 50 രൂപ. അത് മുഴുവൻ എറിഞ്ഞ് വീഴ്ത്തി കഴിഞ്ഞാൽ 300 രൂപ വരും. മുഴുവൻ താഴെ വീഴണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാമിലീസിനായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറ്റിയ മറ്റേ യന്ത്രഊഞ്ഞാൽ, തീവണ്ടികൾ, ബൈക്കിങ്ങുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ആയിട്ട് തുടങ്ങിയ ദിവസം തന്നെ ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത് വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഒരു തിരക്ക് കുറവ് തോന്നുന്നത്. സാധാരണ ചാവക്കാട് എന്തൊരു പ്രോഗ്രാം വെച്ചാലും നല്ല തിരക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ആൾക്കാർ അറിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി തിരക്കായി വരുന്നത്. ബാക്കിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും. വർക്കിംഗ് ഡേയ്സിൽ 3 മണി മുതൽ 9:30 വരെയും, ഹോളിഡേയ്സിൽ 11:30 മുതൽ 9 വരെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശരി, ബായ്.